ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയം കുറിക്കുക. മുന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചത് ഒറ്റയടിക്ക് തന്നെ ഒരു ഗ്രഹനില നോക്കുമ്പോഴേ ബലം പറയാനുള്ള ചില രീതിയാണ്. ഇന്ന് നമുക്ക് ചന്ദ്രനെ മയ്യം ആയിട്ട് എടുത്ത് ഭാവത്തിന്റെ ബലം പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കുന്ന ഒരു രീതി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ മുന്നത്തെ വീഡിയോകൾ പോയി നോക്കണം. അല്ലെങ്കിൽ ഇത് ഇപ്പൊ തന്നെ കണ്ട് സ്കിപ്പ് ചെയ്യാതെ പ്രധാനമായിട്ടുള്ള ഭാഗത്തേക്ക് കടക്കാൻ പോകുന്നുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ വളരെ സ്പീഡിലൊന്നുമല്ല പറയുന്നത്, വളരെ പതുക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ക്ഷമയോടുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോ ചന്ദ്രൻ നിൽക്കുന്ന ഭാവം എന്താണെന്നും രാശി എന്താണെന്നും ഭാവത്തെ എങ്ങനെ കാണണമെന്നും ഒക്കെ മുന്നത്തെ വീഡിയോകളിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. തമിഴ് അസ്ട്രോളജിയും കേരള വരാഹമികര സമ്പ്രദായം ഒരു കൂട്ടിച്ചേർത്താണ് ഈ ബലം ഞാൻ പറയുന്നത്. അപ്പൊ മുന്നേ നമ്മൾ പഠിച്ച പ്രമാണം വീണ്ടും നോക്കാം. കാലാത്മാതിനഗർ മന തുഹിനകു സത്വം കുജോ ജ്ഞോ വജോ ജീവോ ജ്ഞാനസുഖോ സിതാശ്ചമദന ദുഃഖം ദിനേശാത്മജ രാജാനൗ രവി സീതകു ക്ഷിതിസുതൗ നേതാ കുമാരൗ ബുധൗ സൂര്യർദാനവ പൂജിതശ്ച സജീവ പ്രേഷ്യ സഹസ്രാംശുച. ഈ പ്രമാണം വെച്ചിട്ട് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ? മനസ്സാണ് അല്ലെ? കാലാത്മാതിനഹൃത്, കാലത്തിന്റെ ആത്മാവാണ് സൂര്യൻ എങ്കിൽ മനഃ തുകിനഹു, മനസ്സാണ് ചന്ദ്രൻ. കാലത്തിന്റെ ആയാലും നിങ്ങളുടെ ആയാലും. മനു മാതരവും ശീതരശ്മിർ എന്ന് പറഞ്ഞപ്പോ അമ്മ കേസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞാണ് കേട്ടോ, ഞാൻ ഇത് ഡീകോഡ് ചെയ്യുന്നത് പറയണമെന്നുള്ളൂ. രാജാനവു രവി ശീതകു, രാജാനവ് എന്ന് പറഞ്ഞ രാജാക്കന്മാരാണ്. രവി ശീതകു, സൂര്യനും ചന്ദ്രനും. അപ്പൊ ചന്ദ്രൻ രാജാവല്ല, രാജ്ഞിയായിട്ട് എടുക്കണം. സൂര്യന്റെ ഭാര്യ ആയിട്ട് ചന്ദ്രനെ എടുക്കണമുണ്ട്. ഇവിടെ ഒരു ഭാവത്തില് ചന്ദ്രൻ ഒരു ഭാവത്തിൽ നിന്നാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാം ആ ഭാവം ഭയങ്കര ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കും, എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. തമിഴിൽ പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന ഭാവം നിലയില്ലാത്തത്. നില എന്ന് പറഞ്ഞ എപ്പ് കൃത്യമായ രീതിയിൽ നിൽക്കാത്തത്, ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒന്ന് കയറും പിന്നൊന്നിറങ്ങും. ധനമാണ്, രണ്ടാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ചില സമയത്ത് അങ്ങോട്ട് പൈസ അങ്ങോട്ട് കയറും, ചില സമയത്ത് ഒറ്റയടിക്കടിയിൽ പോകും. ചില സമയത്ത് ഫാമിലിയിൽ വളരെ സുഖകരമായിട്ട് പോകും, ചില സമയത്ത് ദുഃഖമായിട്ട് പോകും. ഇത് എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞാൽ ചന്ദ്ര നാഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഏതൊക്കെ ദിവസം ആ ഭാവം വീങ്ങും ഇല്ലയോ എന്നുള്ളത്. ചന്ദ്രൻ നിൽക്കുന്ന ഭാവം 8ാം ഭാവമാണെങ്കിൽ ചന്ദ്രാഷ്ടമം പെട്ടെന്ന് ബാധിക്കും. ചന്ദ്രൻ നിൽക്കുന്ന ഭാവം 6ാം ഭാവമാണെങ്കിലും ചന്ദ്രാഷ്ടമം പെട്ടെന്ന് ബാധിക്കും. അപ്പൊ ചന്ദ്രൻ നിൽക്കുന്ന ഭാവം 2ാം ഭാവമാണെങ്കിൽ ചന്ദ്രന്റെ നാഡി അനുസരിച്ചിട്ട് അതിന്റെ ബലം പൂർണ്ണമായണോ, എപ്പോഴാണ് പ്രശ്നം എന്നെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. അത് എങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ലഗ്നത്തിന്റെ 2ല് ചന്ദ്രൻ നിന്നാൽ, ഈ തമിഴ് അസ്ട്രോളജി കൂടി കൂട്ടിക്കലർത്തി പറയണേട്ടാ. ചന്ദ്രന്റെ പ്രത്യേകത ഉണ്ട്. ചന്ദ്രൻ മനസ്സാണ്. മനസ്സ് വളരും, മനസ്സ് ചുരുങ്ങും. ചന്ദ്രനെ കൊണ്ടാണ് നമ്മൾ ബലം ചിന്തിക്കുന്നത് അല്ലെ? എങ്ങനെയാ ദശ കണക്കാക്കുന്നത്? ദിശയും ബുദ്ധിയും അന്തരവും സൂക്ഷ്മവും പ്രാണനും എല്ലാം കണക്കാക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ്. അതായത് ദശ, ബുദ്ധി, ദശ, അപഹാരം, ഛിദ്രം മുതലായവയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ചന്ദ്രന്റെ ഡിഗ്രിയെ നമ്മൾ പകുത്ത് ചന്ദ്രസ്ഫുടത്തിൽ നിന്നിട്ട് നക്ഷത്രത്തെ കണ്ട് നക്ഷത്രത്തിൽ ചെന്ന നാഴിക വിനാഴികകളെ വീണ്ടും സ്ഫുടത്തിൽ നിന്ന്
അതിനെ കാലദൈർഘ്യങ്ങളെ കൊണ്ട് വിഘടനം ചെയ്തിട്ടാണ് നമ്മൾ എത്ര വർഷമാണ് ശിഷ്ടമുള്ള ദശ എന്നൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അറിയാത്ത കണ്ടന്റ് വരുമ്പോൾ സ്കിപ്പ് ചെയ്തുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള വരുന്നുണ്ട്. മാത്രമല്ല ചന്ദ്രന് പ്രത്യേകത ഉണ്ട്. തേയ്വിറയിൽ തേഞ്ഞും വളർപിറയിൽ വളർന്നും പോകുന്നു. കൃഷ്ണപക്ഷത്തിൽ ചന്ദ്രൻ തേഞ്ഞു വരുന്നു. ശുക്ലപക്ഷത്തിൽ ചന്ദ്രൻ വലുതായി വരുന്നു. നമ്മുടെ ശരീരത്തിലും നാഡി ഇത്തരത്തില് അമൃത വിഷനിലകളെ കൊണ്ട് മാറി മാറി പോകുന്നുണ്ട്. അപ്പൊ ചന്ദ്രൻ ഇരിക്കുന്ന 2-ാം ഭാവമാണെങ്കിൽ 2-ാം ഭാവത്തിന്റെ കാരകത്വമായിട്ടുള്ള ധനം, കുടുംബത്തിലുള്ള സമ്പത്ത്, നിങ്ങളുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ നിങ്ങൾ ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കും. പല സ്കൂളുകളിൽ മാറി നിങ്ങൾ പഠിക്കേണ്ട അവസ്ഥ വന്നേക്കാം. പല വിഷയങ്ങൾ നിങ്ങൾ പഠിക്കും. ആദ്യം പഠിക്കുന്നതിൽ താല്പര്യമില്ലാണ്ട് അതവിടെ ഇട്ട് വേറെ വിഷയം പഠിക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെയൊക്കെ വരാം. അപ്പൊ 4-ൽ ചന്ദ്രൻ വന്നാലോ, മേഷലഗ്നത്തിന്റെ, അപ്പൊ ഞാനിങ്ങനെ പറയുന്നുള്ളൂ, 4-ൽ ചന്ദ്രൻ വന്നാൽ 4-ാം ഭാവത്തിന്റെ ഫലങ്ങള് നിലയില്ലാത്തതാവും. വീടുണ്ടെങ്കിൽ വീട് വാങ്ങിക്കും, വീട് വിൽക്കും, ഒരു സ്ഥലത്തുനിന്ന് വീട് താമസിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയി താമസിക്കും. ഒരു വാഹനം വാങ്ങിച്ച് അത് വിറ്റ് വേറെ വാങ്ങിച്ച് ഇത്തരത്തില് പോകും. 4-ാം ഭാവവും ഒരു ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ ആണ്. ആ കാര്യവും അങ്ങനെ തന്നെ വരും. വിദ്യാഭ്യാസത്തിന്റെ മധ്യവർത്തിത്വം അങ്ങനെ തന്നെ വരും. മാതാസുഹൃർ മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അംബ ശയനം ച വൃദ്ധി പശു അധികം വിസ്മഗ്രഹം ചതുർത്തൽ. 4-ാം ഭാവത്തിന്റെ ഏത് കാരകത്വം വേണമെങ്കിലും നിലയില്ലാത്തതായി തീരാം എന്നും പറഞ്ഞിട്ട് മൊട്ടയായിട്ട് ഇത് എടുക്കാൻ പാടില്ല. ജസ്റ്റ് ലൈക്ക് പ്ലെയിൻ, നോട്ട് ജസ്റ്റ് ലൈക്ക് പ്ലെയിൻ. ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ പ്ലെയിൻ, ഡോണ്ട് ടേക്ക് ഇറ്റ് പ്ലെയിൻലി എടുക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനബലം ആദ്യം നോക്കണം. ദിഗ്ബലം, അങ്ങനെയുള്ള ഷഡ്ബലങ്ങളും അവിടെ നോക്കിയിട്ട് ബലമുണ്ടോ. ബലം എന്ന് പറഞ്ഞതിന് ഓരോ ബലവും ഓരോ ഗുണമാണ്. അപ്പൊ എന്തൊക്കെ ഗുണം ഉണ്ട്, ചന്ദ്രൻ നിൽക്കുന്ന ഭാവം കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ട്, രാശി കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടെന്ന് നോക്കുകയും ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തിന്റെ അധിപൻ, അതായത് ആശ്രയനാഥൻ എവിടെ നിൽക്കുന്നു, അത് ഭാവാൽ എന്ത് ഗുണത്തെ ചെയ്യും, അത് രാശിയാൽ എന്ത് ഗുണത്തെ ചെയ്യുമെന്ന് നോക്കണം. അവിടെയും ഷഡ്ബലം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്രം. ആ നക്ഷത്രത്തിന്റെ അധിപൻ, ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിന്റെ അധിപൻ, അത് മനസ്സിലായില്ല അല്ലെ? ഇപ്പൊ ചന്ദ്രൻ അശ്വതി നക്ഷത്രത്തിൽ നിന്ന് അതിന്റെ അധിപൻ കേതുവാണ്. കാരണം അശ്വതി മകമൂലം കേതുവിന്റെ നക്ഷത്രമാണ്. അങ്ങനെയുള്ള അധിപൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് പല തരത്തിലുള്ള ഫലം വന്നത്. എല്ലാ ബലവും കിട്ടും. ഓരോരോ സമയത്ത് ഓരോരോ ആസ്പെക്ട്സിലാണ് ഫലം മാറുന്നത്. അത് ഏതൊക്കെ ആസ്പെക്ട്സിലാണ് ഏതൊക്കെ ബലം എടുക്കേണ്ടത്. ഉദാഹരണം, ദിഗ്ബലം എപ്പോഴാണ് എടുക്കേണ്ടത്, സ്ഥാനബലം എപ്പോഴാണ് എടുക്കേണ്ടത്, ഇങ്ങനെ ദൃഷ്ടി, അതിന്റെ ബലം എപ്പോഴാണ് എടുക്കേണ്ടത് എന്നൊക്കെയോ ഉള്ളത്. അതിനും മൊട്ടയായിട്ട് പ്ലെയിൻലി ബലം കിട്ടുമെന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഇതെല്ലാം ഏത് സമയത്ത് എന്ത് ചെയ്യുമ്പോഴും കിട്ടുമെന്ന് പറയുമ്പോഴാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ കാര്യമെങ്കിലും ക്ലിയർ ആയിട്ട് നോക്കാൻ പറ്റുക. ഞാൻ ചുരുക്കിയാണ് പറഞ്ഞത്. ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തിന്റെ ഫലം നിങ്ങൾക്ക് വളരെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് തോന്നും. ഒട്ടും പേടിക്കണ്ട. ആ ഭാവത്തിന്റെ ബലം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് പോവുക. താഴേക്ക് ആണ് നിങ്ങൾ കിടക്കണമെങ്കിൽ ഒട്ടും പേടിക്കണ്ട. നിങ്ങൾ വളരെ പരിശ്രമിച്ചാല്, രാജ്ഞിയാണല്ലോ, മനസ്സാണല്ലോ, വളരെയേറെ മനസ്സ് കൊടുത്ത് പരിശ്രമിച്ചാല് നിങ്ങൾക്ക് ആ ഭാവത്തിന്റെ ഫലം പൂർണ്ണമായിട്ടും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.